സ്വാഭാവികമായ ഒരു ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള അവകാശം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. കാരണം 90 ദിവസം കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് കേസ് വിധി പറയാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും 90 ദിവസം കഴിഞ്ഞു. അതിനിടയിൽ അല്ലെങ്കിൽ അതിനുള്ളിൽ പോലീസിന് ചാർജ് കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ റൈറ്റാണ്, അതായത് അവകാശമാണ് പ്രതിയുടെ ജാമ്യത്തിൽ ഇറങ്ങാനുള്ളത്. അത് നിയമം അങ്ങനെ തന്നെ പറയുന്നു. അപ്പം ഇന്നിപ്പം ഇന്നലെ ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ചില സംഘടനകളും ഒക്കെ കൊടുത്ത കേസില് അതില് ആശങ്ക വേണ്ട എന്ന അഭിപ്രായമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ പോകുന്നു, അല്ലാതെ നമുക്കൊരു സംശയത്തിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എല്ലാ കേസിലും ഈ പറഞ്ഞതുപോലെ ഭാഗികമായ കുറ്റപത്രം അല്ലെങ്കിൽ പ്രാഥമിക കുറ്റപത്രം നൽകാൻ സാധിക്കില്ല. അത് ശരിയാണ്. അതീവ സങ്കീർണമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. ചിലപ്പോൾ സാധിക്കണമെന്ന് നിർബന്ധമില്ല. ഏതായാലും കോടതി ഇതിലൊരു അഭിപ്രായം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ എല്ലാ വിവരങ്ങളും അറിയുന്നത് കോടതിക്ക് മാത്രമാണ്. അപ്പോൾ കോടതി അതിൽ അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ നമ്മളത് കാത്തിരിക്കാനും പറ്റും. അതായത് CBI അന്വേഷണം ആവശ്യപ്പെട്ട് വന്ന ആളുകളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അല്പം കൂടി സാവകാശം കാത്തിരിക്കൂ. അത് ശരിയായ ദിശയിൽ തന്നെയാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. കുറ്റവാളികൾ ആരും തന്നെ രക്ഷപ്പെടില്ല. കാരണം പ്രാഥമികമായ കുറ്റപത്രം നൽകുക എന്നുള്ളത് എല്ലാ കേസിലും സാധ്യമല്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ഡിഫോൾട്ട് ബെയിൽ എന്ന് പറയും, സ്റ്റാറ്റ്യൂട്ടറി ബെയില്, അതായത് ആ ബെയില് നിയമപരമായ ബെയിൽ അനുവദിച്ച് പുറത്തിറങ്ങിയാൽ പോലും കേസിന്റെ അന്വേഷണത്തെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണമല്ല, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സാഹചര്യമല്ല ഉള്ളതെന്നാണ് കോടതി നമുക്ക് അറിവ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ ആ രീതിയിൽ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക, കാത്തിരിക്കുക. മാർച്ച് മാസം 13-ാം തീയതിയിലേക്കാണ് കേസ് വീണ്ടും പരിഗണിക്കാൻ വെച്ചിരിക്കുന്നത്. കാരണം 1 മാസത്തിലധികം സമയം കൂടി കൊടുത്തതിന് ശേഷം ഈ കേസിന്റെ പുരോഗതിയെ പറ്റി അല്ലെങ്കിൽ അതൊന്നുകൂടെ വിലയിരുത്തിയതിന് ശേഷം ഇത് CBIക്ക് നൽകണോ വേണ്ടേ എന്നുള്ളതിൽ ഒരു തീരുമാനമെടുക്കാം എന്നുള്ളതായിരിക്കാം ചിലപ്പോൾ കോടതി തീരുമാനിക്കുന്നത്. കാരണം അതുവരെ 1 മാസം കൂടി കൊടുത്തു കഴിഞ്ഞ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാല് നഷ്ടപ്പെട്ട സ്വർണം അല്ല മുതലുകൾ കണ്ടെടുക്കാൻ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൽ തുച്ഛമായിട്ടുള്ള ഒരു തൂക്കം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ അതിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കാത്തിരുന്ന് കാണുവാനേ സാധിക്കുകയുള്ളൂ. ഇതിനകത്തൊരു കരട് കുറ്റപത്രം ഇതിനോടകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. EDയുടെ അന്വേഷണം വരാനുള്ള സാധ്യതകളുണ്ട്. അത് EDയും ഇതും രണ്ടും സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണ വിഷയങ്ങളാണ്. അപ്പൊ അതുമായിട്ട് ഇത് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. EDക്ക് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പണം സംബന്ധമായ അതല്ലെങ്കിൽ കള്ളപ്പണമോ അല്ലെങ്കിൽ വരവിൽ കവിഞ്ഞതോ ആയിട്ടുള്ള മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ അന്വേഷണം നടത്തുന്നതിന് ഇപ്പോൾ പോലും തടസ്സങ്ങളൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതില് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പ്രത്യേകിച്ച് നമ്മൾ നോക്കുമ്പം ഈ കേസ് കാത്തിരുന്ന് നമുക്കൊന്നുകൂടെ അല്പ സാവകാശം കൂടി അന്വേഷണ സംഘത്തിന് നൽകുക എന്നുള്ളതാണ് നമുക്കിപ്പോ ഇതിൽ പറയുവാനുള്ളത്. അത് തന്നെയാണ് താങ്കൾ ഈ പറഞ്ഞതുപോലെ ഇന്നലെ നമ്മൾ കേട്ടതാണ് കോടതിയുടെ ഭാഗത്തു നിന്നും വന്ന പ്രതികരണങ്ങളൊക്കെ. കാരണം ഈ കേസ് നമുക്കറിയാം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അതുകൊണ്ട് തന്നെ അതിൽ പൂർണ്ണ തൃപ്തരായി തന്നെയാണ് ഈ കേസ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഈ പുറത്തിറങ്ങുന്ന പ്രതികൾ പുറത്തിറങ്ങുന്നു എന്ന് കരുതി ഒരു തരത്തിലുള്ള ശിക്ഷയിൽ നിന്നും പിന്നോട്ട് പോവില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് ഇന്നലെ കോടതി പറഞ്ഞത്. ഈ പ്രതികൾ പുറത്തിറങ്ങിയാലും അത് കേസ് അന്വേഷണത്തെ ബാധിക്കില്ല എന്ന തരത്തിലൊക്കെയാണ് ഇന്നലെ കോടതി പറഞ്ഞത്. സ്വാഭാവികമായും കോടതി പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമുക്ക് എതിരഭിപ്രായം പറയാനും കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇതിൽ സ്വർണം എവിടെ പോയി, അല്ലെങ്കിൽ എത്രത്തോളം സ്വർണം നഷ്ടമായി, ഈ നഷ്ടപ്പെട്ട സ്വർണം എവിടെ, തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ ഉന്നതരായ ആളുകൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. മന്ത്രിയെ ഉൾപ്പെടെ, മുൻ മന്ത്രിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്തതാണ്, ദേവസ്വം പ്രസിഡന്റിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്തതാണ്. പക്ഷെ അവരൊന്നും പിന്നീട് ഒരു അന്വേഷണ പരിധിയിലേക്കൊന്നും എത്തിയിട്ടുമില്ല. അപ്പോൾ ഈ ഒരു കേസിന് ഏത് തരത്തിലേക്ക് എത്തും എന്നുള്ളൊരു ആശങ്കയുണ്ടല്ലോ. അല്ല, നമ്മളിപ്പം മാധ്യമങ്ങളോ അല്ലെങ്കിൽ ജനങ്ങളോ ആവശ്യപ്പെടുന്നതോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന രീതിയിലോ അന്വേഷണം നടത്തി കൊടുക്കുക എന്നുള്ളതല്ല അന്വേഷണ ഏജൻസിയുടെ കടമ. അന്വേഷണത്തിൽ വ്യക്തമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് അന്വേഷണം നടത്തുക.
അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, വമ്പന്മാർ ഉൾപ്പെട്ടിട്ടുണ്ടോ അല്ലെ സാധാരണക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്നും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യങ്ങളല്ല. പിന്നെ ഇതിനകത്ത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പറഞ്ഞ ക്ഷേത്ര സ്വത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അത് ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്നും നഷ്ടം എടുക്കണം എന്നുള്ള രീതിയിലുള്ള ഹർജി അവിടെ ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഹർജിയില് സർക്കാരിനോട് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട് കോടതി. അപ്പൊ ഇത് ശരിയായ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്, അതിലെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ നമുക്കിപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇനി അന്വേഷണം തണുത്തുപോയി എന്നുള്ള രീതി ആദ്യം കിട്ടുന്ന ആ ഒരു സ്പീഡോ അല്ലെങ്കിൽ ആ ആദ്യ സമയങ്ങളിൽ കിട്ടുന്ന ഒരു അന്വേഷണത്തിന്റെ ആദ്യ സമയങ്ങളിൽ കിട്ടുന്ന ആ ഒരു സ്പീഡ് പിന്നീട് കിട്ടണമെന്നില്ല. ഇപ്പൊ അത് മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചത് തിട്ടപ്പെടുത്തി അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇപ്പൊ കരട് കുറ്റപത്രം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതില് സാധാരണ നിലയ്ക്കല്ല, ഒരു സാധാരണ നിലയ്ക്കുള്ള ഒരു അന്വേഷണമല്ല, അന്വേഷണ സംഗതികളുമല്ല ഇതിനകത്തുള്ളത്. അതിന്റെ ഒരു സങ്കീർണത കൂടി നമ്മളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അത് തന്നെയാണ്. എന്തായാലും മറ്റൊരു കാര്യമുള്ളത്, ഇ ഡിയുടെ ഒരു അന്വേഷണം അതും തുടരുന്നുണ്ട്. നമുക്കറിയാം പണമിടപാട്, ഈ കേസിലെ പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇ ഡിയുടെ പരിധിയിൽ വരുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങുകയാണെങ്കിൽ ഇ ഡിയുടെ സമൻസ് അയക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ പ്രതികളെ എല്ലാവരെയും ഇ ഡിയുടെ ഒരു അന്വേഷണ പരിധിയിലേക്ക് കൂടി കൊണ്ടുവരികയല്ലേ? അതെ, ഇ ഡി ഇപ്പം ജാമ്യം കിട്ടിയ ഇയാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഇ ഡി അയാൾക്ക് നോട്ടീസ് കൊടുത്ത് വരുത്തുകയും അതിലേക്ക് അയാളെ ചോദ്യം ചെയ്യുകയും അയാളുടെ പണസംബന്ധമായിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് അപ്പുറം അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും നടത്തിയിട്ടുള്ള പണ സംബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം, അയാൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള സ്വത്തുക്കളെ സംബന്ധിച്ച്, അയാൾ സമ്പാദിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അയാളുടെ ബാങ്കിലുള്ള തുകകളെ പറ്റി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാ ഇടപാടുകളും പണസംബന്ധമായിട്ടുള്ളതിനെ പരിശോധിക്കും. ആവശ്യമെന്ന് കണ്ടാൽ അയാളെ ഇ ഡി അറസ്റ്റ് ചെയ്യുകയും മറ്റ് നടപടിക്രമങ്ങളിലേക്കും പോകാനുമുള്ള സാധ്യതയുണ്ട്. അതൊന്നും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് വേറൊരു അന്വേഷണമാണ്, സെൻട്രൽ ഏജൻസിയാണ്. അതിന്റെ അന്വേഷണ വിഷയം വേറെ വ്യത്യസ്തവുമാണ്. അതാണ് അതിനകത്തുള്ള ഒരു കാര്യം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.